ഹാഫിസ് സംസാരിച്ചോളൂ. അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം. ഞാന് നിങ്ങളെ ചാനല് കുറച്ച് കാലൊക്കായിട്ട് ഇങ്ങനെ കാണുന്ന ആളാണ്. ഞാനീ അസ്കറുൽ ഹുദവിന്റെ ഒക്കെ ഒരു നാട്ടുകാരനായിട്ട് വരും. ടർബൽ പീഡിയ. ശരി. അപ്പോ ഞാന് ഇതേമാതിരി നോർമലി ഇങ്ങള് പറഞ്ഞ മാതിരി എടക്ക് നിസ്കരിക്കും, എടക്ക് നിസ്കരിക്കൂല അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ടൈമില് സൗദി പോയി. അങ്ങനെ സൗദിയിലെത്തി ഇവന്റെ വീഡിയോ കണ്ട് ഞാൻ. അങ്ങനെ വീഡിയോ കണ്ട് ഇതിലെ കുറെ ഡൗട്ടൊക്കെ തോന്നി. എന്ത് ചെയ്യും? എന്തത് സംഭവം? അങ്ങനെയൊക്കെ തോന്നി നിൽക്കുന്ന ഇടയിലാണ് നിങ്ങളെ വീഡിയോസൊക്കെ കാണുന്നത്. അങ്ങനെ ഇതായി വന്നതാ. അങ്ങനെ ഈ ആരിഫിന്റെയും ലിയാഖത്തിന്റെയും ഓലൊക്കെ വീഡിയോസൊക്കെ കാണും. അങ്ങനെ ഈ ഡൗട്ട് വന്നതിന്റെ ഇടയിലാണ് നിങ്ങളെ വീഡിയോസൊക്കെ കണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. റാഹത്തായിട്ട് മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ പ്രവർത്തനം അടിപൊളിയാണ്. അത് പറയാനാണ് ഞാൻ ഇതിലിങ്ങനെ നിന്നത്. അൽഹംദുലില്ലാഹ്. അപ്പോ എക്സ് മുസ്ലിങ്ങളെ കൊണ്ട് ഈമാൻ കൂടി എന്നുള്ളതാണല്ലേ. മാഷാ അല്ലാഹ്. അതെ അതെ. അപ്പോ എനിക്ക് തോന്നുന്നത് അന്ന് നമ്മള് ഒരു ലൈവ് ഡിസ്കഷൻ ആയിട്ടാണ് എന്താ മതം വിട്ട ഫീസൊക്കെ ഓലൊക്കെ ഉള്ള മതം വിട്ട പയ്യൻ എന്തെങ്ങനെ തോന്നുന്നുണ്ടല്ലേ ആ ലൈവിന്റെ. അതൊക്കെ കണ്ട് ഇങ്ങനെ റെഡി ആക്കിയതാ. അപ്പോ Yes. നമുക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതേമാതിരി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പ്രവർത്തനം കാണുമ്പോൾ നമുക്കൊരു വിശ്വാസം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് കൂട്ടി വായിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണിത്. അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണിത്. കാരണം പല ആളുകളും നമ്മള് ഒരു പിന്നെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സ്വാഭാവിക മുസ്ലിം അല്ലെങ്കിൽ കാര്യമായി അങ്ങനെ ഒരു പിന്നെ പ്രാക്ടീസിങ് അല്ലാത്ത മുസ്ലിം ആയിക്ക് നിൽക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കും. ഇത് എന്താപ്പത് കഥ അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. അതിനെക്കുറിച്ച് അന്വേഷിക്കും. ചില ആൾക്കാരെ ഒന്നും ചെയ്യാതെ യാതൊരു പിന്നെ ഫാക്ട് ചെക്കും ചെയ്യാതെ ഇവർ പറയുന്നത് നുണയാണോ സത്യമാണോ ഒന്നും നോക്കാതെ അതിന്റെ പിന്നാലെ പോകുന്നവരുണ്ടാവും. അവരത് അർഹിക്കുന്നവരായിരിക്കും. അപ്പൊ അതല്ലാത്ത ആളുകൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള യഥാർത്ഥ സോഴ്സസിലേക്ക് എത്തുകയും കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ മുസ്ലിം യുവാക്കൾക്കിടയിൽ മതബോധം കൂട്ടാൻ പ്രത്യേകമായി പിന്നെ നമ്മൾ അച്ചാരം കൊടുത്ത് ഏൽപ്പിച്ചവരാണോ ഈ ഹുദവി എന്താ പറയാ എക്സ് മുസ്ലിങ്ങൾ എന്നുള്ളത് ഇനി അങ്ങനെ ഒരു ആരോപണം വരാനും സാധ്യതയുണ്ട്. അതേമാതിരി അത് അന്നത്തെ സംവാദം ഇല്ലായിരുന്നോ ആരിഫും ഇവരെല്ലാരും കൂടെ ഉള്ള ആ ആ ടൈമിലൊക്കെ നിങ്ങളെ വീഡിയോസ് വല്ലാണ്ട് കാണണേ. ആ ടൈമിലൊക്കെ അവർ വരാതെ നിൽക്കുമ്പോഴൊക്കെ ഞാനപ്പൊക്കെ വിചാരിക്കുന്ന ഒന്ന് ഇതൊക്കെ ആക്കുന്നുള്ള വിശ്വാസത്തിൽ നിൽക്കായിരുന്നു. അവൻ വന്നുമില്ല, ഒന്നും ചെയ്തില്ല. അന്നൊക്കെ നമുക്ക് ഇതിന്റെ ഒരു പവർ മനസ്സിലാകും. ഇവരിങ്ങനെ ഈ അതെ ഒന്നും അറിയാത്ത ആളെ കുത്തിയാണ്ട് ഇങ്ങനെ മറ്റേ പൈലറ്റും ജയിച്ചാറുള്ള രൂപത്തിൽ കളിക്കുകയാണ്. നാലാള് കൂടുമ്പോ ഓരോ പിന്നെ ഇങ്ങോട്ട് കാണൂല. അങ്ങനെയൊക്കെയാണ് അതെ നമ്മൾ അതെ ഈ തിരിച്ച് ഇതിലേക്ക് ചിന്തിച്ചു വരുന്നതും ഒക്കെ ചെയ്യുന്നത്. അതെ ഇൻഷാ അതെ അള്ളാ അന്ന് കുഴപ്പമൊന്നുമില്ല. ശരിക്കും മാത്രമല്ല അതില് അന്നത്തെ ലൈവിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മൾ വിചാരിച്ചൊരു വിഷയം അവരെ വിളിക്കുകയല്ല ചെയ്യുന്നത്. അവര് കാലങ്ങളായിട്ട് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവരൊരിക്കലും സംവാദത്തിനൊന്നും വരാൻ സാധ്യതയില്ലാത്തൊരു വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവന്ന വിഷയമാണ് നമ്മൾ എന്ത് ചെയ്തത് എടുത്തിട്ട് എല്ലാരും വന്നോളി, ആരിഫും ലിയാഖത്തും ആരും വന്നോളി, ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ലൈവ് വെക്കുന്നത്. അതിൽ ആരിഫ് ആ വഴിക്കേ വരുന്നില്ല, ലിയാഖത്ത് വന്നിട്ട് ഇറങ്ങി ഓടുകയും ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് കാണുന്ന ആളുകൾക്ക് അത് ഈ പറഞ്ഞതുപോലെ നല്ലൊരു സന്ദേശമാണ്. കാരണം ഇവരുടെ സംസാരമൊക്കെ കേട്ടാൽ, ഇവരുടെ ലൈവും ഇവരുടെ സംസാരവും ഇവരുടെ വീഡിയോസ് ഒക്കെ കേട്ടാൽ തോന്നുന്നത് വെച്ചാൽ മുസ്ലിങ്ങൾ ആരും ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ ഒരു തരക്കും തയ്യാറാവില്ല. ഇവര് പിന്നെ ഈ ആളുകളോ, ഈ എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരോ, അവര് എന്ത് വേദി കിട്ടാൻ കാത്തു നിൽക്കാണ്. മുസ്ലിങ്ങളെ കൈ കിട്ടാൻ കാത്തു നിൽക്കാണ്. കൈ കിട്ടിയാൽ അങ്ങോട്ട് കടിച്ചു കീറും എന്നൊക്കെ രൂപത്തിലാണ് ഇവരെ സംസാരം കേട്ടാ തോന്നുക. പക്ഷെ അന്ന് ലൈവിൽ നമ്മൾ കണ്ടു ഏകദേശം എത്ര 10,000-ഓളം ആളുകൾ അല്ലേ, അത് 10,000 കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. 14,000 ആളുകൾ, 14,000, 17,000 വരെ ആളുകൾ ഒരു സമയത്ത് 17,000 ആളുകളുടെ മുമ്പിൽ വെച്ച് ഒന്ന് ആലോചിച്ചൊക്കെ ഇസ്ലാമിനെ അവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു വിഷയത്തിൽ സംവാദത്തിന് കിട്ടുകയാണ്. ഇവര് അത്തരം വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കാറുണ്ട്. ഇപ്പോ ആയിഷ കല്യാണമായിരുന്നു ഏറ്റവും വലിയ വിഷയം. നമ്മളതില് വിമർശകർക്ക് സ്വാഗതം എന്നുണ്ടല്ലോ ലൈവ് വെച്ചു. അപ്പൊ പിന്നെ അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ വേറെ വിഷയം അടിമത്താണ് വിഷയം എന്ന് പറഞ്ഞിട്ട് ആ വിഷയം ഉണ്ടോ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വരുന്നുള്ളായിരുന്നു. നമ്മൾ വെച്ചപ്പോ പിന്നെ ലൈവില് കയറിയിട്ട് എന്റെ മൈക്ക് ഇപ്പൊ കട്ടാവുന്നതാണ് ഇവര് പറഞ്ഞത്. ആ മൈക്ക് കട്ടാവെന്ന് പറഞ്ഞ മൈക്ക് കൊണ്ട് പിന്നെ മൂപ്പര് 40 മിനിറ്റ് സംസാരിച്ചു. സംവാദത്തിന് എന്തുകൊണ്ട് ഇല്ല എന്ന് വിശദീകരിക്കാൻ ആ 40 മിനിറ്റ് ഉപയോഗിച്ചു. അപ്പൊ അത്തരത്തിൽ ആ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയുന്ന, ഞങ്ങൾ ഇതാ ഇപ്പൊ പോയി തകർക്കും എന്ന് പറയുന്ന വിഷയങ്ങളിൽ പോലും അവസരങ്ങൾ വരുമ്പോ അവരതിന് തയ്യാറാവാത്തത്, അല്ലെങ്കിൽ മറ്റേ ഞാൻ ഇപ്പൊ വാളെടുക്കും, ഇപ്പൊ കത്തിയെടുക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആൾ അന്ന് എടുക്കുന്നു പറയുമ്പോ കത്തിയോ വാളോ എടുക്കാതിരിക്കുന്നത്, സ്വാഭാവികമായിട്ടും ഇവരുടെ അടുത്ത് വാളും കത്തി ഇല്ല, അല്ലെങ്കിൽ ഇവർക്ക് അതിന് കഴിയില്ല. ഇവർക്ക് ആ ഒരു എന്താ പറയാ
പോയിന്റ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് അവർക്ക് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ബാക്കിയുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോ ഇതിന്ന് മനസ്സിലാകുന്നത്. കാരണം നിങ്ങളുടെ ഈ കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള 5 മണിക്കൂറും 4 മണിക്കൂറും ലൈവ് ഞങ്ങൾക്ക് അതുണ്ട് ഞങ്ങൾക്ക് ഇതുണ്ട് എന്ന് പറയുന്ന ലൈവുകളൊന്നും ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വരുമ്പോൾ നിങ്ങളിൽ നിന്ന് തീരെ കാണുന്നില്ല എന്നുള്ളതാണ്. ആ കാണായ്മ സത്യം അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് അവരെ ശരിയിലേക്ക് നയിക്കാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഈ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മാത്രമല്ല ഇതിൽ പ്രത്യേകം ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മൾ വെക്കുന്ന വിഷയമല്ല, നമ്മൾ വെക്കുന്ന വിഷയങ്ങൾ ഇവര് ഒരിക്കലും വരാൻ പോകുന്നില്ല. കാരണം ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ത്, അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലേ, അല്ല അടിസ്ഥാന ചർച്ചകൾ അതവർക്ക് പറ്റൂല. അടിസ്ഥാന ചർച്ചകൾ പറ്റില്ല. അതായത് നിരീശ്വരവാദത്തെ പറ്റിയിട്ട് ഓല ആശയത്തെ പറ്റി അങ്ങനെ പറയരുത്. ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ ഉത്തരം പറയും. അതാണ് ഓല ബേസിക് ഐഡിയ. അതിലാണ് നമ്മൾ തയ്യാറായത്. അങ്ങനത്തെ വിഷയങ്ങളിൽ ഒരു തവണയല്ല ഒന്നിലധികം തവണ നമ്മൾ തയ്യാറായിട്ടുണ്ട്, ലൈവ് വെക്കാറുണ്ട്, ചോദ്യങ്ങൾ കുളിക്കാറുണ്ട്. ഇവർ ഒരു ലൈവ് വെച്ചിട്ടുണ്ട്. അവര് നിരീശ്വരവാദത്തിൽ ധാർമ്മികത ചോദിച്ചോട് ഞങ്ങൾ ഉത്തരം പറയാം, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തക്ക് ഇന്ന കാര്യങ്ങൾ പറ്റും, വിമർശകർ പറയുന്നുണ്ടല്ലോ, എന്താ പറയാ ഉണ്ണാക്കൻസ് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ പറയുന്നുണ്ടല്ലോ കുറെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്, ഞങ്ങൾ പറയുന്നു പ്രശ്നമില്ല, ഇസ്ലാമിനേക്കാൾ നല്ല ധാർമ്മികതയാണ് സ്വതന്ത്ര ചിന്തയിൽ സാധ്യമാകുന്നത്, അല്ലെങ്കിൽ നിരീശ്വരവാദം സാധ്യമാകുന്നത്, ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കൂ, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങൾക്കും ഞങ്ങൾ തയ്യാർ എന്ന് പറഞ്ഞ് ഒരു ലൈവ് കൊണ്ട് അര ലൈവ് എന്ന് പറയാൻ കാരണം നിങ്ങൾ ഒരു ലൈവിന്റെ സൈസ് 5-6 മണിക്കൂർ എന്നുള്ളത് മനുഷ്യന്മാർക്ക് താങ്ങൂലേ. അപ്പൊ അര ലൈവ് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരും. സ്വന്തം ഇന്ത്യയിലെ ധാർമ്മികത ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ലൈവ് വെക്കി നിങ്ങൾ ഈ പറയുന്ന എന്താ പറയാ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയാ ആർഗ്യുമെന്റ്സ് ഉന്നയിക്കാൻ വേണ്ടി ഭയങ്കര സംഭവമായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെ ആശയത്തെ പറ്റി ഒരു ചോദ്യം പോലും ക്യാരി ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആശയം അത്രയും ബേസ്ലെസ് ആണ്. അത്രയും ബേസിസ് പറഞ്ഞാൽ ഇപ്പോ വരാവുന്ന വിഷയങ്ങൾ ഒന്ന് വേണമെങ്കിൽ ധാർമ്മികത വരാം. ധാർമ്മികത സ്വതന്ത്ര ഇന്ത്യയിലാണോ, വേണമെങ്കിൽ അപ്പുറത്ത് ഇസ്ലാമിൽ വെച്ചോ, ഇസ്ലാമിലാണോ സ്വതന്ത്ര ഇന്ത്യയിലാണോ ധാർമ്മികത ഏറ്റവും നന്നായിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുള്ള ചോദ്യം ആ വിഷയത്തിൽ വരാം. മനുഷ്യന് സ്വതന്ത്രേച്ഛയുണ്ടോ, സ്വതന്ത്ര ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ സ്വതന്ത്രേച്ഛയാണല്ലോ, സ്വതന്ത്രേച്ഛയുണ്ടോ, ഫ്രീ വിൽ ഉണ്ടോ, ഫ്രീ വിൽ ഉണ്ടെങ്കിലാണ് സ്വതന്ത്ര ഇന്ത്യ സാധ്യമാകുക. അപ്പൊ സ്വതന്ത്ര ഇന്ത്യ സാധ്യമാണോ, ആ വിഷയത്തിൽ ധൈര്യമുണ്ടെങ്കിൽ സ്വതന്ത്ര ഇന്ത്യക്കാരാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡിബേറ്റിന് വരാം. ഈ രണ്ട് വിഷയം തൽക്കാലം എടുക്കാം. ധാർമ്മികത സ്വതന്ത്ര ഇന്ത്യ നിങ്ങളുടെ അടിസ്ഥാനമാണ്, ധൈര്യം ഉണ്ടെങ്കിൽ വരും. വരാൻ കഴിയൂല. അത് വരാൻ കഴിയൂല എന്ന് മാത്രമല്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിങ്ങളുടെ ആശയത്തെ പറ്റി ചോദ്യം ചോദിക്കുന്നതിനൊപ്പം തന്നെ ഞങ്ങളുടെ ആശയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ വിമർശനങ്ങൾക്കും അത് നിങ്ങൾ തൊടില്ല ഇവർ, അല്ലെങ്കിൽ ഇവർക്ക് മറുപടി പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ അടക്കമുള്ള സകല വിഷയങ്ങൾക്കും ഉത്തരം പറയാറുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ആശയം അത്രയും സ്ട്രോങ് ആണെന്ന്, ഞങ്ങളുടെ ആശയം ദൈവികമാണെന്ന് ഉറപ്പാണ്. അൽഹംദുലില്ലാ, അത് ദൈവികമാണെന്ന് ബോധ്യപ്പെട്ട ആശയത്തിലേക്ക് എത്താൻ പറ്റി. അത് എന്താ പറയാ ദൈവത്തിന്റെ ഒരു കാരുണ്യം തന്നെയാണ്. അപ്പൊ ആ ആശയം ദൈവികമാണെന്ന് ഉറപ്പായതുകൊണ്ട്, ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതിനെപ്പറ്റി എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാത്ത വിഷയമാണെങ്കിൽ പോലും അതിനെപ്പറ്റി പഠിച്ചാൽ വ്യക്തത കിട്ടുമെന്ന് ഉറപ്പാണ്. അറിയാത്ത വിഷയമാണെങ്കിൽ എല്ലാ വിഷയമൊന്നും അറിയുന്നു പറയുന്നില്ല. അറിയാത്ത വിഷയമാണെങ്കിൽ പോലും പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വ്യക്തത കിട്ടുന്ന ഉറപ്പാണ്. നിങ്ങൾക്കും ഉറപ്പാണ് നിങ്ങളുടെ ആശയത്തിൽ പഠിച്ചാലും ഒരു ഉത്തരം കിട്ടില്ല എന്നുള്ളത്. കാരണം അതിന് പഠിക്കാനൊന്നുമില്ല, അതിന് അടിസ്ഥാനമല്ല, അതിന് ബേസ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ അതിനെപ്പറ്റി ചർച്ചയ്ക്ക് വരാത്തത്. ഞങ്ങളുടെ ആശയത്തെ പറ്റി ചർച്ചയ്ക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് അതിനെപ്പറ്റി അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ആശയത്തെ പറ്റി ചർച്ചയ്ക്ക് വരാത്തതും അതുകൊണ്ടാണ്. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസിന്റെ പീക്കുള്ള മറ്റേ വിഷയങ്ങളൊന്നും അങ്ങനെ അത്ര പോരാ. ഈ വിഷയം ഞാൻ ഉഷാറാണെന്ന് പറയുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയത്തിൽ ഞങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ വരുന്നില്ല. അല്ലെങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഉള്ളിൽ വന്നിട്ട് എനിക്ക് അരമണിക്കൂർ സംസാരിക്കാൻ പറ്റൂല എന്ന് അരമണിക്കൂർ സംസാരിച്ച് പോവാണ്. എനിക്ക് അരമണിക്കൂർ പോലും സംസാരിക്കാൻ പറ്റൂല, കറണ്ട് പോകും അല്ലെങ്കിൽ മൈക്ക് പോകുന്ന കൊണ്ട് അരമണിക്കൂർ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് 40 മിനിറ്റ് എടുക്കുന്ന അവസ്ഥയാണ്. കാരണം എനിക്ക് സംസാരിക്കാൻ പോയിന്റ് ഇല്ല. നിങ്ങളടുത്ത് സാധനമില്ല, നിങ്ങളടുത്ത് ഇതേ ഉള്ളൂ, ഇങ്ങനെ ചാർജ് ആക്കി ഇങ്ങനെ വെക്കുക. ഉണ്ടിട്ടോ, ഞാൻ പുറത്തേക്ക് എടുക്കൂട്ടോ, പറയൂട്ടോ, പറയാൻ പറഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, കാരണം കയ്യിൽ സാധനമില്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ആളുകളെ എന്താ പറയാ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ശരിയിലേക്ക് നയിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്.